വളരെ കൊട്ടിഘോഷിക്കപ്പെട്ട സൗദി US ആണവ കരാർ ട്രംപിന്റെ ഒറ്റ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ചോദ്യചിഹ്നമായ നിമിഷം. പശ്ചിമേഷ്യൻ ചരിത്രത്തിൽ തന്നെ വലിയൊരു നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കാവുന്ന സിവിലിയൻ ആണവ സഹകരണ കരാറിലാണ് വാഷിംഗ്ടണും റിയാദും ഒപ്പുവെച്ചത്. എന്നാൽ ഈ കരാർ യാഥാർത്ഥ്യമാകണമെങ്കിൽ സൗദി അറേബ്യ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ നിബന്ധന. വിഷയത്തിൽ സൗദി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സൗദി US ആണവ കരാർ യാഥാർത്ഥ്യമാകുമോ? അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാൻ സൗദി അറേബ്യ തയ്യാറാകുമോ? ഈ കരാറിന്റെ ഭാവി എന്താണ്? ബിയോണ്ട് ദി ബോർഡേഴ്സ് പരിശോധിക്കും. കഴിഞ്ഞ ജൂലൈ 22-നാണ് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റും സൗദി ഊർജ്ജ മന്ത്രി പ്രിൻസ് അബ്ദുൾ അസീസ് ബിൻ സൽമാനും ചരിത്രപരമായ 123 കരാറിൽ ഒപ്പുവെച്ചത്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി സൗദിയിൽ സിവിലിയൻ ആണവോർജ്ജം വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന 30 വർഷത്തെ കരാറാണിത്. ഇതുവഴി സൗദിയിൽ ആണവ റിയാക്ടറുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാൻ അമേരിക്കൻ കമ്പനികൾക്ക് അനുമതി ലഭിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ UAEക്ക് ശേഷം അമേരിക്കയുമായി 123 കരാറിൽ ഒപ്പുവയ്ക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റിലൂടെ UAE തങ്ങളുടെ ആണവ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയിരുന്നു. എന്നാൽ നിലവിലെ കരാറിന് അന്തിമ അംഗീകാരം ലഭിക്കണമെങ്കിൽ US കോൺഗ്രസ് കൂടി ഇത് പാസാക്കേണ്ടതുണ്ട്. ഈ കരാർ പെട്ടെന്നുണ്ടായ ഒന്നല്ല. 2008 മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ബറാക് ഒബാമ, ആദ്യ ട്രംപ് ഭരണകൂടം, ജോ ബൈഡൻ എന്നിവരുടെ കാലഘട്ടങ്ങളിലൂടെ ഈ ചർച്ചകൾ മുന്നോട്ട് പോയി. പുതിയ കരാർ അനുസരിച്ച് സൗദിയിൽ ഉടനടി ആണവ പ്ലാന്റുകൾ നിർമ്മിക്കില്ല. ആദ്യ 2 വർഷം വിശദമായ പഠനം നടക്കും. പഠനത്തിന് ശേഷം വാഷിംഗ്ടൺ അനുമതി നൽകിയാൽ അടിസ്ഥാന സെൻട്രിഫ്യൂജ് സാങ്കേതികവിദ്യ കൈമാറാതെ ബ്ലാക്ക് ബോക്സ് മോഡൽ ഉപയോഗിച്ച് US കമ്പനികൾക്ക് റിയാക്ടറുകൾ നിർമ്മിക്കാം. കൂടാതെ സ്വതന്ത്രമായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താതിരിക്കാൻ സൗദി അറേബ്യ 10 വർഷത്തേക്ക് കരാറിൽ ഏർപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യയ്ക്ക് ആണവോർജ്ജം ആവശ്യപ്പെടുന്നതിന് പിന്നിൽ കൃത്യമായ ചില ന്യായങ്ങളുണ്ട്. ഒന്നാമത്തേത് സാമ്പത്തിക ലാഭം. രാജ്യത്തെ വൈദ്യുതാവശ്യങ്ങൾക്ക് ആണവോർജ്ജവും പുനരുപയോഗ ഊർജ്ജവും ഉപയോഗിച്ചാൽ ആഭ്യന്തര ഉപയോഗത്തിനായി ചെലവാകുന്ന എണ്ണ വലിയ അളവിൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും അതുവഴി വലിയ ലാഭമുണ്ടാക്കാനും സൗദിക്ക് സാധിക്കും. രണ്ടാമത്തേത് ഊർജ്ജ സുരക്ഷ. കയറ്റുമതിക്കായി എണ്ണ സംഭരിക്കാനും ഭാവിയിലെ ഊർജ്ജാവശ്യങ്ങൾ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കും. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രിഫ്യൂജ് സാങ്കേതിക വിദ്യ കൈവശം വരുന്നത് ഭാവിയിൽ ആണവായുധ നിർമ്മാണത്തിന് വഴി തുറന്നേക്കാമെന്ന സുരക്ഷാ ആശങ്ക പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട്. ഇറാൻ ന്യൂക്ലിയർ ബോംബ് നിർമ്മിച്ചാൽ തങ്ങളും അതിന് നിർബന്ധിതരാകുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുമ്പ് പറഞ്ഞിരുന്നു. ആഭ്യന്തരമായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള സാങ്കേതിക വിദ്യയില്ലെങ്കിൽ ഭാവിയിലും ഇന്ധനത്തിനായി സൗദിക്ക് മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഈ കരാറിന് പിന്നിൽ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം ഇറാനെ പ്രതിരോധിക്കുക എന്നതാണ്. പശ്ചിമേഷ്യയിൽ ഇറാനെ തടയാനും മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ നിലനിർത്താനും വേണ്ടിയാണ് അമേരിക്ക സൗദിയെ പിന്തുണയ്ക്കുന്നത്. ഭൗമരാഷ്ട്രീയത്തിലും മതപരമായ നിലപാടുകളിലും സൗദിയും ഇറാനും 2 ധ്രുവങ്ങളിലാണ്. മുസ്ലിം രാഷ്ട്രങ്ങൾക്കിടയിലെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യമെന്ന് വിശ്വസിക്കുന്ന സൗദി അറേബ്യയ്ക്ക് ഇറാന്റെ വളർച്ച തടയുക എന്ന ലക്ഷ്യവും ഉണ്ടാവണം. പശ്ചിമേഷ്യയിൽ ഇറാൻ അമേരിക്ക സംഘർഷം തുടരുന്നതിനിടെയാണ് ഈ കരാറിൽ ഇരു കൂട്ടരും ഒപ്പുവയ്ക്കുന്നത്. കഴിഞ്ഞ 1 ദശകമായി ആണവശേഷി കൈവരിക്കാനുള്ള ശ്രമം സൗദി തുടങ്ങിയിട്ട്. ഇതിനായി ഫ്രാൻസ്, റഷ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുമായും സൗദി ചർച്ചകൾ നടത്തിയിരുന്നു. സൗദിക്ക് യുറേനിയം സമ്പുഷ്ടീകരണ സാങ്കേതികവിദ്യ ലഭിച്ചാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഇതേ സൗകര്യം ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മേഖലയിൽ ഒരു ആണവ മത്സരത്തിന് വഴിവെക്കുമെന്നും പശ്ചിമേഷ്യയെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നും ഒരു വിഭാഗം വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കരാർ പ്രാബല്യത്തിൽ വരണമെങ്കിൽ സൗദി അറേബ്യ അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെന്നാണ് ട്രംപിന്റെ പുതിയ നിബന്ധന. 2020-ൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച അബ്രഹാം കരാറിലൂടെ UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ അറബ് രാജ്യങ്ങൾ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ആരംഭിച്ചിരുന്നു. സൗദിയും ഇതിന്റെ ഭാഗമാകണമെന്ന് ട്രംപ് ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ആഗോള മുസ്ലിങ്ങളുടെ വിശുദ്ധ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദിയെ കൊണ്ട് ഇസ്രയേലിനെ അംഗീകരിപ്പിക്കുന്നത് നിർണായക നേട്ടമായി അമേരിക്ക കാണുന്നു. എന്നാൽ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുകയും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയും ചെയ്തതിനു ശേഷം മാത്രമേ ഇസ്രയേലിനെ അംഗീകരിക്കൂ എന്നാണ് സൗദിയുടെ നിലപാട്. ട്രംപിന്റെ പുതിയ ഉപാധിയോട് സൗദി അറേബ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സൗദി ഈ ഉപാധി അംഗീകരിക്കുമോ അതോ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി രാഷ്ട്രീയ ചിത്രവും ഈ ആണവ കരാറിന്റെ നിലനിൽപ്പും.